യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. തൻ്റെ ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കുവാനാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇങ്ങനെ പറയേണ്ടി വന്നത്? കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 5-ാമത്തെ അധ്യായം യേശുനാഥൻ പുതിയ നിയമത്തിൻ്റെ മോശയായി നിയമങ്ങളെക്കുറിച്ചും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും ശിഷ്യന്മാരെയും ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പഠനത്തിൻ്റെ പുതുമ കണ്ടിട്ട് പല മനുഷ്യരും വിചാരിച്ചിരുന്നത് ഇവൻ അതുവരെയുള്ള നിയമങ്ങളെ മാറ്റിമറിക്കാൻ വന്നവനാണ്, ചില നിയമങ്ങളെ എതിർക്കുന്നവനാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വിചാരിച്ചിരുന്നത് അവിടുത്തെ നിയമജ്ഞരും പ്രമാണിമാരും ഒക്കെയാണ്. കാരണം അവരുടേതായ ചില നിയമങ്ങൾ അന്ന് ഇസ്രയേലിൽ നടപ്പിലാക്കിയിരുന്നു. ആ നിയമങ്ങളെയാണ് യേശുനാഥൻ മാറ്റിയിരുന്നതും ആ നിയമങ്ങളെയാണ് അവിടെ നിന്ന് ചോദ്യം ചെയ്തിരുന്നതും. ഈ നിയമങ്ങളൊന്നും ദൈവിക നിയമങ്ങളല്ലായിരുന്നു. മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങൾ ദൈവം തന്നെ നൽകിയ നിയമങ്ങളാണ്. അതായത് യേശുനാഥൻ തന്നെ നൽകിയ നിയമങ്ങളാണ്. അതൊരിക്കലും അവിടെ നിന്ന് തന്നെ മാറ്റേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിയമവും പ്രവാചകന്മാരും. അത് പഴയ നിയമ ഗ്രന്ഥത്തെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്കാണ് നിയമവും പ്രവാചകന്മാരും. അപ്പോൾ ആ നിയമവും പ്രവാചകന്മാരും ദൈവം നൽകിയതാണ്. അപ്പോൾ അതിനെ മാറ്റാനല്ല വന്നത്. പിന്നെയോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനപ്രമാണിമാരും നിയമജ്ഞരും ഫരിസേയരും ഒക്കെ അവർക്കിണങ്ങിയ രീതിയിൽ ദൈവത്തിൻ്റെ നിയമത്തെ വളച്ചൊടിച്ചിരുന്നു. അങ്ങനെ വളച്ചൊടിച്ചത് ശരിയാക്കാനാണ് ദൈവം തന്നെ ഇടപെടുന്നത്. അപ്പോൾ എവിടെയെല്ലാം മനുഷ്യർ ദൈവിക നിയമങ്ങളെ തങ്ങളുടെ സ്വലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അവിടെയെല്ലാം ദൈവം ഇടപെടും എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് യേശുനാഥൻ. അതുകൊണ്ടാണ് വന്നത്. ആ നിയമത്തെയൊക്കെ നേരെയാക്കാനാണ്. അവൻ നിയമം നിർമ്മിച്ചതും നിയമം പരിപാലിച്ചതും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. കാരണം ഈ വില കൂടിയ വിലപിടിപ്പുള്ള ജീവിതം നയിച്ചിരുന്ന ഫരിസേയരും നിയമജ്ഞനും പ്രമാണിമാരും ഒക്കെ സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വിടുതല കൊടുക്കാനാണ് യേശുനാഥൻ വരുന്നത്. അപ്പോൾ മനുഷ്യരെ നമ്മൾ അടിച്ചമർത്തുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിന് നിയമങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവർ അവർക്ക് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയ ഇടം എന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ സ്വർഗരാജ്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇവിടെ ചെയ്യുന്ന ഈ സുഖസൗകര്യങ്ങൾ വരാനിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന താക്കീതും യേശുനാഥൻ നമുക്ക് തരികയാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവിക നിയമം സ്നേഹം മാത്രമാണ്. സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മേലും നിയമം അടിച്ചേൽപ്പിച്ച് അവനെ ദുരിതപൂർണ്ണമാക്കുന്നതിനേക്കാൾ അവൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ എൻ്റെ സ്നേഹത്തോടെയുള്ള നിയമങ്ങൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.